നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പൊതുവേ നമുക്കൊരു എന്താ ഉണ്ടാക്കാന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലല്ലേ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ ഇപ്പം എന്താ ദോശ ആയാലും അതുപോലെ തന്നെ അപ്പം വെള്ളയപ്പം ഒക്കെ ആകുമ്പോഴും നമ്മൾ അരി കുതിർത്തൊക്കെ വെക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ തലേദിവസം അരി കുതിർത്ത് വെക്കാൻ മറന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ വായ മുഴിച്ച് നോക്കേണ്ടി വരും എന്താ ഉണ്ടാക്കണല്ലേ. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കാം എങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഉപകാരമായിരിക്കും. ജോലിക്ക് പോകുന്നവരായാലും അതുപോലെ തന്നെ നമുക്ക് ഹോളിഡേയ്സിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സേമിയ ഉപ്പുമാവ്. സേമിയ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ പായസം വെക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. അതായത് വറുക്കാത്തതും വറുത്തും ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് വറുത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സേമിയ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ വെതറി കഴിക്കാമെന്ന് പറയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ സാധാരണ സ്കൂളുകളിൽ സ്നാക്ക് ടൈമിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒന്നും കൂടിയാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു സ്വാദിഷ്ടമായ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് വെർമിസിലി ആണ് കേട്ടോ. വെർമിസിലി ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് ആണ്. ഇപ്പോൾ റോസ്റ്റഡ് അല്ലാത്തതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പാണ് കേട്ടോ. 2 കപ്പ് അളവിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് വെർമിസില്ലി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ സോസ് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആവശ്യമായിട്ട് നമുക്കത് മുങ്ങി നിൽക്കാനുള്ള വെള്ളം. അതിലോട്ട് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് വെർമിസില്ലി ഇട്ട് കൊടുക്കാം. ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചത്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വെള്ളം ഊറ്റിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ വെർമിസില്ലി നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുകയാണ്. അതുപോലെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം നിലക്കടല. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ട. ഇതൊക്കെ ഒരളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചത്. 1/4 കപ്പ് ബീൻസ് അരിഞ്ഞു വെച്ചത്. ഇതുപോലെ ഏത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ശേഷം ഞാൻ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഏതാണ്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് വെർമിസില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി. ഇനിയിപ്പോൾ ആദ്യം ഓയിലിന് വരെ നെയ്യ് എടുത്താലും മതി കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുഴഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കാം. കുറച്ച് മല്ലിയില ചേർക്കുകയാണ്. ശേഷം കുറച്ച് അതായത് ഒരു 1/4 ടീസ്പൂണോളം നാരങ്ങ നീര് കൂടി ചേർക്കുക. ഒന്നും കൂടി മിക്സ് ചെയ്യാം. വെർമിസില്ലി ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡിയായി. കണ്ടല്ലോ, നല്ല എന്താ പറയുക, കുഴഞ്ഞൊന്നും പോവാതെ ഇങ്ങനെ വേറിട്ടാൻ നിൽക്കേണ്ട. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അത് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേവ് ഒന്ന് കറക്റ്റായിട്ട് വരുന്നുള്ളത്. അതായത് വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകരുത് എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി കൂടുതൽ വെള്ളം വെക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസും നമുക്കതിൽ ആഡ് ചെയ്യാം. അതായത് അധികമായിട്ട് കുക്ക് ചെയ്യേണ്ടാത്ത ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്മാവാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.